നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അറക്കുളത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി BJP. വാർഡുതല കൺവെൻഷനുകളുടെ സമാപന സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സർക്കാർ ജീവനക്കാർ പങ്കാളികളാകണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ പറഞ്ഞു. ആനയിറങ്കൽ ഡാം ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കുന്നതിന് മുന്നോടിയായി നടത്തിയ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ മൂന്നാം ദിനം 715 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ആൻജിയോപ്ലാസ്റ്റികൾ നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന മികച്ച നേട്ടം കൈവരിച്ച് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി. പല്ലാരിമംഗലം CS ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്കിലെ കോളേജ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച MSF പ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അറക്കുളത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി BJP. വാർഡുതല കൺവെൻഷനുകളുടെ സമാപനമായി 14-ാം വാർഡിൽ നടത്തിയ പ്രവർത്തക യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ച് അറക്കുളത്ത് BJP വൻ മുന്നേറ്റം നടത്തി. അറക്കുളം പഞ്ചായത്തിലെ ആകെ ചേർക്കപ്പെട്ട വോട്ടുകളിൽ പകുതിയിലേറെ BJP പ്രവർത്തകർ ചേർത്തവയാണ്. ഇതുമൂലമാണ് ഇരുമുന്നണികളും BJPക്കെതിരെ കള്ളപ്രചരണങ്ങളും പരാതികളുമായി രംഗത്തുവന്നത്. പരാതികൾ വിജിലൻസ് അന്വേഷിച്ചെങ്കിലും അപാകതകളൊന്നും കണ്ടെത്തിയില്ല. സമയബന്ധിതമായും ചിട്ടിയായും എല്ലാ വാർഡിലും ജനപങ്കാളിത്തത്തോടെ കൺവെൻഷനുകൾ നടത്തിയതിന് അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയെ സംസ്ഥാന നേതൃത്വം പ്രത്യേകം അഭിനന്ദിച്ചു. വാർഡുതല കൺവെൻഷനുകളുടെ സമാപനമായി 14-ാം വാർഡിൽ നടത്തിയ പ്രവർത്തക യോഗത്തിന് വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. പ്രധാന പ്രവർത്തകർ പങ്കെടുത്ത യോഗം അത്തപ്പൂക്കളമിട്ടും കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും ഗണഗീതം പാടിയും ഓണപ്പാട്ടുകൾ ആലപിച്ചും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തും ഓണാഘോഷ സമാനമായ അന്തരീക്ഷമായി മാറി. 14-ാം വാർഡ് വികസന സമിതി കൺവീനർ TK സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗ ജില്ലാ പ്രഭാരിയും BJP സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി KR സുനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ഭാവി പരിപാടികൾ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി PV സൗമ്യ, മണ്ഡലം വൈസ് പ്രസിഡന്റ് MG ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി MK രാജേഷ് എന്നിവർ ആശംസകൾ നേർന്നു. 129-ാം ബൂത്ത് പ്രസിഡന്റും മുൻ 14-ാം വാർഡ് മെമ്പറുമായ ബിജി വേലുക്കുട്ടൻ സ്വാഗതവും 130-ാം ബൂത്ത് പ്രസിഡന്റ് S ശ്രീവത്സൻ നന്ദിയും രേഖപ്പെടുത്തി. കുരുമുളക് കൃഷിയിലെ പോലീസ് മുറയാണ് ഇനി. കാർഷിക രംഗത്ത് പുതുമാതൃകകൾ സൃഷ്ടിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ പോലീസ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണന്റെ വിജയഗാഥ. കാണാം കാർഷിക വിപ്ലവ കാഴ്ചകൾ. റോജൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കട്ടപ്പന ട്രാഫിക് പോലീസിലെ അഡീഷണൽ SI ആയ നെടുങ്കണ്ടം കല്ലാർ സ്വദേശി രാധാകൃഷ്ണൻ മണ്ണറിയുന്ന കർഷകൻ കൂടിയാണ്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്പം ഒഴിവ് കിട്ടുമ്പോൾ അദ്ദേഹം കൃഷിയിടത്തിലേക്ക് എത്തും. കാർഷിക രംഗത്തെ നൂതന പരീക്ഷണങ്ങളുടെ വേദി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടം. 40 സെന്റ് ഭൂമിയിലാണ് PVC പൈപ്പുകൾ താങ്ങുകാലാക്കി ഇദ്ദേഹം കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത്. പരമാവധി 8 അടി ഉയരത്തിൽ മുറിച്ച പൈപ്പുകൾ 1.5 അടി മണ്ണിൽ താഴ്ത്തി 5 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത്. ആകെ 400ഓളം ചെടികൾ ഇത്തരത്തിൽ പരിപാലിക്കുന്നുണ്ട്. തൊഴിലാളികളില്ലാതെ കൃഷി പരിപാലനവും വിളവെടുപ്പും സ്വയം ചെയ്യാമെന്നതാണ് ഈ രീതിയുടെ പ്രധാന പ്രത്യേകത. കുരുമുളക് കൂടാതെ കാപ്പിയും ഏലവും വിവിധ ഇനം ഫലവൃക്ഷങ്ങളും മീൻ വളർത്തലും എല്ലാം അടങ്ങിയ സമ്മിശ്ര കൃഷി രീതിയാണ് രാധാകൃഷ്ണൻ പിന്തുടരുന്നത്. ഒഴിവേളകളിൽ ഡ്യൂട്ടി സമയത്ത് റെസ്റ്റൊക്കെ കിട്ടുമ്പോൾ ചെയ്യുന്ന
ഒഴിവുകൾ കിട്ടുന്നതാണ്. ഈ സമയത്താണ് ഈ കുരുമുളക് കൃഷിയും മറ്റനുബന്ധ കൃഷികളൊക്കെ ചെയ്യുന്നത്. വൈഫും പോലീസിലാണ്, വണ്ടമണി സ്റ്റേഷനിലെ ASI-യാണ്. ഇത് വൈഫും ഞാനും കൂടിയാണ് 99% പണികളെല്ലാം ചെയ്യുന്നത്. വൈഫ് നടാനുമൊക്കെ സഹായിക്കുന്നുണ്ട്. പണിക്കാരെ ആരെയും നിർത്താറില്ല, കാരണം പണിക്കാരെ കിട്ടാനില്ല ഒന്നാമത്. പിന്നെ ഹിന്ദിക്കാരെ നിർത്തുന്നതിനോട് താല്പര്യമില്ല. നമുക്ക് തന്നെ ചെയ്യാവുന്ന, ശ്രമിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏതാണ്ട് 400 മൂടടുത്തുണ്ട്, 2 ഘട്ടങ്ങളിലായിട്ടുള്ളത്. ഒരു വർഷം 9 മാസമായതും 1 വർഷം കഴിഞ്ഞതും. പിന്നെ ഉള്ള നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഴ കൂടിക്കഴിഞ്ഞാൽ വേരുപുഴ കയറും, പന്നിശല്യമുണ്ട്. അപ്പം വേര് കുത്തി കളഞ്ഞാലൊക്കെ ഇത് ചെയ്യാം. അപ്പം ശ്രദ്ധിച്ച് നമ്മൾ ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഇത് സമയത്ത് മരുന്നുമൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. രാധാകൃഷ്ണന്റെ ഭാര്യ ശ്രീകലയും പോലീസിലാണ്. വണ്ടർമേട് സ്റ്റേഷനിലെ ASI-യാണ് ശ്രീകല. ഒഴിവു സമയങ്ങൾ ഈ പോലീസ് ദമ്പതികൾ ചെലവിടുന്നത് കൃഷിയിടത്തിലാണ്. നൂതന കൃഷിരീതികൾ പരീക്ഷിക്കുന്നതിനൊപ്പം അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകാനും ഈ പോലീസുകാരൻ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പരിസ്ഥിതി സംരക്ഷണത്തിലും പരിസര ശുചീകരണ പ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാൻ സർക്കാർ ജീവനക്കാർ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തൻപാറ മേഖലയിലെ ആനയിറങ്കൽ ഡാം ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കുന്നതിന് മുന്നോടിയായി നടത്തിയ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സംരക്ഷണത്തിലും പരിസര ശുചീകരണ പ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാൻ സർക്കാർ ജീവനക്കാർ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ പറഞ്ഞു. എന്റെ നാട് സുന്ദരദേശം മാലിന്യമുക്ത കേരളത്തിനായി നമുക്കൊരുമിക്കാം എന്ന പേരിൽ ജോയിന്റ് കൗൺസിൽ നടത്തിവരുന്ന 1 വർഷം നീളുന്ന ശുചീകരണ ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തൻപാറ മേഖലയിലെ ആനയിറങ്കൽ ഡാം ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കുന്നതിന് മുന്നോടിയായി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആനയിറങ്കൽ ഡാം ഭാഗത്ത് ശുചീകരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം അനീഷ് TS അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VM ഷൌക്കത്തലി, CG അജിഷ, MJ ജോസ്, സനുജ LH, ബിജു ജോർജ്, ബെന്നി മാത്യു, ജിൻഡോ എബ്രഹാം, ഗോകുൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മേഖലാ സെക്രട്ടറി ജിബിൻ പൈലി പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ 3-ാം ദിനം 715 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലെ 715 ഉദ്യോഗാർത്ഥികളാണ് 3-ാം ദിനത്തിൽ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്തത്. ഇതോടെ 7 ജില്ലകളിൽ നിന്നുള്ള ജനറൽ ഡ്യൂട്ടി വിഭാഗം കായികക്ഷമതാ പരീക്ഷ പൂർത്തിയാക്കി. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ 3-ാം ദിനം കായികക്ഷമതാ പരീക്ഷയിൽ 715 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ നിന്ന് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലെ 715 ഉദ്യോഗാർത്ഥികളാണ് 3-ാം ദിനത്തിൽ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്തത്. ഇതോടെ 7 ജില്ലകളിൽ നിന്നുള്ള ജനറൽ ഡ്യൂട്ടി വിഭാഗം കായികക്ഷമതാ പരീക്ഷ പൂർത്തിയായി. സെപ്റ്റംബർ 10-ന് ആരംഭിച്ച ആർമി റിക്രൂട്ട്മെന്റ് റാലി 16-ന് സമാപിക്കും. 7 ജില്ലകളിൽ നിന്നായി 3102 ഉദ്യോഗാർത്ഥികളാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്തത്. നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കരസേന ഉദ്യോഗസ്ഥർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നെടുങ്കണ്ടം രാമക്കൽമേട് പ്രദേശങ്ങളിലാണ് ഉദ്യോഗാർത്ഥികൾക്കായുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. പഞ്ചായത്ത്, പൊതുമരാമത്ത്, ആരോഗ്യം, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് റാലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. Run to the side, don't run here. Bend forward, run, speed. दौड़ो दौड़ो. Good good. ये track 4, ये last में 1 2. Down. 2. Down. 3. 4. Down. 5. Down. 9. Down. 10. Number? കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തുന്ന ഭക്ഷണശാലകളിൽ നിന്നും മിതമായ നിരക്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഭക്ഷണം ലഭ്യമാകും. കൂടാതെ നെടുങ്കണ്ടത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മിതമായ നിരക്കിൽ ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ടീമും സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പഞ്ചായത്തിൽ വർദ്ധിച്ചുവരുന്ന നായശല്യത്തിനെതിരെ നവജ്യോതി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കരിമണ്ണൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. നവജ്യോതി കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോയി തോമസ്, സെക്രട്ടറി മാത്യൂസ് തോമസ്, ട്രഷറർ ശൈലേഷ് എന്നിവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത്.
സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിന്റെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഇടവട്ടി പ്രണവൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ 2 വർഷം നീണ്ടു നിൽക്കുന്ന സംഗീത നൃത്ത ക്ലാസുകൾ ആരംഭിച്ചു. ലൈബ്രറി ഹാളിൽ കൂടിയ യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് TC ചാക്കോ, രക്ഷാധികാരി N ഗോവിന്ദൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ സെക്രട്ടറി PN സുധീർ, പത്മാവതി രഘുനാഥ്, നാസർ KM, വിനി TK എന്നിവർ സംസാരിച്ചു. തൃശൂർ കേരള കലാമണ്ഡലത്തിലെ അധ്യാപകരായ നിലാബാബു, കൃഷ്ണപ്രിയ വിജയൻ എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ഇടവട്ടി പ്രണവൻ ലൈബ്രറിയുമായി ബന്ധപ്പെടുക. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന മികച്ച നേട്ടം കൈവരിച്ച് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി. കോഴിക്കോട് നടന്ന ഇന്റർവെൻഷണൽ കാർഡിയോളജി കൗൺസിൽ ഓഫ് കേരളയുടെ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. കേരളത്തിലെ തന്നെ സീനിയർ കാർഡിയോളജിസ്റ്റുമാരിൽ ഒരാളായ ഡോക്ടർ മാത്യു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ മുസ്ന ജമാൽ, ഡോക്ടർ ബിജോയ് വി ഏലിയാസ്, ക്ലിനിക്കൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിതിൻ പരീത് എന്നിവരാണ് ഹൃദ്രോഗ വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ആൻജിയോപ്ലാസ്റ്റികൾ നടക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന മികച്ച നേട്ടം കൈവരിച്ച് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി. കോഴിക്കോട് നടന്ന ഇന്റർവെൻഷണൽ കാർഡിയോളജി കൗൺസിൽ ഓഫ് കേരളയുടെ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി ആതുര സേവനത്തിൽ മുൻനിരയിലായ സെന്റ് മേരീസ് ആശുപത്രിയുടെ ഹൃദ്രോഗ വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നത് കേരളത്തിലെ തന്നെ സീനിയർ കാർഡിയോളജിസ്റ്റുമാരിൽ ഒരാളായ ഡോക്ടർ മാത്യു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാരായ ഡോക്ടർ മുസ്ന ജമാൽ, ഡോക്ടർ ബിജോയ് വി ഏലിയാസ്, ക്ലിനിക്കൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിതിൻ പരീത് എന്നിവരാണ്. കഴിഞ്ഞ മാസം കാലിക്കറ്റിൽ വെച്ച് ഓൾ കേരള ഇന്റർവെൻഷണൽ കാർഡിയോളജി കോൺഫറൻസിനകത്ത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ കാർഡിയോളജി ഇന്റർവെൻഷൻസും പേഷ്യൻസും ഉള്ളതിൻ്റെ ഒരു അംഗീകാരം സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് കിട്ടി. തൊടുപുഴയിലെ സമീപ പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസവും സപ്പോർട്ടും നമ്മുടെ സ്റ്റാഫിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും മികവുറ്റ കഴിവും പരിചരണവും കൊണ്ടാണ് ഉള്ള അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഹൃദ്രോഗ നിർണയത്തിനായി എക്കോ കാർഡിയോഗ്രാഫി, സ്ട്രെസ് എക്കോ കാർഡിയോഗ്രാഫി, കോൺട്രാസ്റ്റ് എക്കോ കാർഡിയോഗ്രാഫി, ട്രെഡ്മിൽ ടെസ്റ്റ്, ഹോൾട്ടർ, ELR, ABPM എന്നിവ സെന്റ് മേരീസ് ആശുപത്രിയിൽ ലഭ്യമാണ്. അത്യാധുനിക കാത്ലാബും കൊറോണറി കെയർ യൂണിറ്റും 24 മണിക്കൂറും ഇവിടെ പ്രവർത്തിക്കുന്നു. അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാണ്. ടെമ്പററി ആൻഡ് പെർമനന്റ് പേസ് മേക്കർ ഇടാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സാധാരണക്കാരിലേക്ക് എന്ന ചിന്തയിൽ 1963 ഡോക്ടർ എബ്രഹാം തേക്കുംകാട്ടിൽ സ്ഥാപിച്ച സെന്റ് മേരീസ് ആശുപത്രി ഇന്ന് ജില്ലയിലെയും സമീപ ജില്ലകളിലെയും ജനങ്ങൾക്ക് ആശ്രയമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോകോത്തര ഇന്റീരിയർ നിർമ്മാണ കമ്പനിയായ സിഗ്മയുടെ ഇന്റീരിയർ ഡിസ്പ്ലേ സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാവിറ്റി ഇന്റീരിയർ ഡിസൈൻ സ്റ്റുഡിയോ എന്ന പേരിൽ ബംഗളൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്തായാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഗ്രാവിറ്റി ഇന്റീരിയർ ഡിസൈൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മൈൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സിന്റെ ഫൗണ്ടറും പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റുമായ MM ജോസ് നിർവഹിച്ചു. നവീന രീതിയിൽ ലോകോത്തര നിലവാരത്തിൽ ഇന്റീരിയർ ഒരുക്കുന്ന കമ്പനിയാണ് സിഗ്മ. വീടുകളുടെയും ഓഫീസുകളുടെയും വാർഡ്രോബും മറ്റ് ഇന്റീരിയർ വസ്തുക്കളും ഏറ്റവും ഗുണനിലവാരത്തിലാണ് ഒരുക്കുന്നത്. ഉപഭോക്താക്കൾക്ക് തൊട്ടറിഞ്ഞ് ഇന്റീരിയർ തിരഞ്ഞെടുക്കുവാൻ അവസരമൊരുക്കിയാണ് ഇന്റീരിയർ ഡിസ്പ്ലേ സെന്റർ വിവിധയിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. തൊടുപുഴ വെങ്ങല്ലൂർ സുലഭ ഹൈപ്പർ മാർക്കറ്റിന്റെ എതിർവശത്താണ് ഗ്രാവിറ്റി ഇന്റീരിയർ ഡിസൈൻ സ്റ്റുഡിയോ എന്ന പേരിൽ ഡിസ്പ്ലേ സെന്റർ ആരംഭിച്ചത്. ഗ്രാവിറ്റി ഇന്റീരിയർ ഡിസൈൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മൈൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സിന്റെ ഫൗണ്ടറും പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റുമായ MM ജോസ് നിർവഹിച്ചു. ഇങ്ങനെയുള്ള അപ്പം നമ്മൾ എത്ര നല്ല ഡിസൈൻ ചെയ്താലും അത് ഡിസൈൻ നല്ലതാണെങ്കിലും നമുക്ക് ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, ആ പ്രോഡക്റ്റുകൾ, അത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഗാഡ്ജറ്റ്സ്, ഇതിലെല്ലാം നമുക്ക് ആ ഉപയോഗിക്കുന്ന ആൾക്ക് സന്തോഷം തരണം, മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കണം, അവർക്ക് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരണം. ഇങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെ ഇതൊക്കെയാണ് ഈ സ്റ്റോറുകളുടെയൊക്കെ ഇതിൻ്റെയൊക്കെ പ്രസക്തി അവിടെയാണ് ഉള്ളത്. ഇങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെ തുടങ്ങുന്നത് അതിലാണ് ഇതിൻ്റെ പ്രസക്തി ഉള്ളത്. എല്ലാവരുടെ ആശംസകളും നേരുന്നു. താങ്ക് യു.
ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് സിഗ്മ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ വളരെ വേഗത്തിലും സൂക്ഷ്മതയോടും കൂടി വീടുകളുടെയും ഓഫീസുകളുടെയും വാർഡ്രോബും മറ്റ് ഇന്റീരിയർ വസ്തുക്കളും നിർമ്മിച്ചെടുക്കുവാൻ കഴിയും. പൂർണ്ണമായും കസ്റ്റമൈസബിളായി നിർമ്മിക്കുവാനും കഴിയുമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. നമസ്കാരം എല്ലാവർക്കും. നമ്മൾ സിഗ്മ ഇൻറ്റീരിയർ കിച്ചൺ ആൻഡ് മോഡുലാർ ഇൻറ്റീരിയേഴ്സിൻ്റെ തൊടുപുഴത്തെ ഷോറൂം, തൊടുപുഴത്തെ ഡിസ്പ്ലേ സെൻറ്റർ നമ്മളിന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ ഇവിടെ തൊടുപുഴയുടെ ഷോറൂം റൺ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളിവിടെ ഷോക്കേസ് ചെയ്യുന്നത് കിച്ചൺ ആൻഡ് മോഡുലാർ പ്ലസ് വാർഡ്രോബ്സ്, അതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സ്, അതായത് ഒരു വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ നമ്മുടെ സിഗ്മയുടെ ഫാക്ടറി വരുന്നത് പാലക്കാടാണ്. പാലക്കാട് ചിറ്റൂരാണ് നമ്മുടെ ഫാക്ടറി. അതുപോലെ നമുക്ക് ഓൾ കേരള ഒരു 4-5 ഡിസ്പ്ലേ സെൻറ്റേഴ്സ് ഉണ്ട്. എഗെയിൻ തൊടുപുഴ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാ പ്രൊഡക്ട്സും, നമുക്ക് ഈവൻ ഒരു വീടിൻ്റെ ഒരു ഇൻറ്റീരിയറിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വീടിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ സൊല്യൂഷൻ നമുക്കുണ്ട്. ഈവൻ നമുക്കൊരു ഡിസൈനോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ തന്നാൽ മതി, അത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് സൈറ്റിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നതും ഇൻസ്റ്റലേഷനും മാത്രമേ ഉള്ളൂ. ബാക്കി പ്രൊഡക്ഷന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫാക്ടറിയാണ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് മീൻസ് മെഷീൻ മേക്കാണ്. നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊമാഗിൻ്റെ ജർമ്മൻ മേക്ക് മെഷീനിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നല്ല പ്രിസിഷനുള്ള ഫിനിഷിങ്ങിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. കരിങ്കുന്നം പഞ്ചായത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ 8 മുതൽ രാത്രി 8 വരെ വിവിധ പരിപാടികളോട് കൂടിയാണ് ഓണാഘോഷം നടത്തിയത്. പഞ്ചായത്തിലെ ജീവനക്കാരും സമീപത്തുള്ള സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും പോലീസ് ഉൾപ്പെടെ നിരവധി പേരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ഓണക്കളികളും ചാക്യാർകൂത്തും ഒപ്പനയും മാർഗംകളിയും ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന് കൊഴുപ്പേകി.
वरदे श्री सरस्वती नमोस्तुते वरदे श्री सरस्वती नमोस्तुते മധുരിക്കുമോർമകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ ഇതുവഴി കാളതടത്തിൽ അരിയൊരു പ്രേമക്ഷമാരി കുളിവിളി കലതയും നദി നരന്റെ ഹൃദയം തുളകം നിറയുക സരവിരമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകാനിൽ വരുമോ ശ്യാമമേഘമേനി സമമ സ്നേഹദസ്തുമായ ഏതാണ്ട് 200ഓളം പേരാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വിപുലമായ ഒരു ഓണാഘോഷം? രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ. ഉച്ചവരെ കളികളൊക്കെ ആയിരുന്നു. ഉച്ച കഴിഞ്ഞതിന് ശേഷം മത്സരങ്ങളും കലകളും ഇവിടെ നടക്കുകയാണ്. പഞ്ചായത്തിലെ മെമ്പർമാരും പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥരും കൂടാതെ പുറത്തുനിന്നുള്ള പ്രൊഫഷണൽ ടീം ചാക്യാർകൂത്ത്, ഓട്ടംതുള്ളൽ, പരിചയപ്പെട്ട് കളിയ, ഒപ്പന, ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലാവധി ഏറ്റവും അടുത്ത ദിവസം തീരുകയാണ്. നാളിതുവരെ ഈ പഞ്ചായത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും എല്ലാ മെമ്പർമാരും നമ്മുടെ പരിസരത്തുള്ള ആളുകളുമെല്ലാം രാഷ്ട്രീയമൊന്നും നോക്കാതെ എല്ലാവരും ഈ പഞ്ചായത്തിനോട് സഹകരിച്ച് നിന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിന് ഒരു നന്ദി സൂചിപ്പിച്ചതുപോലെ വീണ്ടും പറയുന്നു. ജാതിമത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഇവിടെ തന്നെ ടാക്സി ആളുകളുണ്ട്. ആ ടാക്സിയുള്ള മുഴുവൻ ആളുകളും എന്ത് കാര്യത്തിനും എപ്പോഴും പഞ്ചായത്തിനോടൊപ്പം നിന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കടക്കാരുണ്ട്. ഈ പഞ്ചായത്തിൻ്റെ കോംപ്ലക്സിൻ്റെ നിരവധിയായ ഷോപ്പിംഗ് കമ്പനികളൊക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ നമ്മൾ ഓണം പ്രാവശ്യം ആഘോഷിക്കും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി മധുവാണ് ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി സുമനസുകളുടെ കരുണ കാത്തിരിക്കുന്നത്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന തുക താങ്ങാവുന്നതല്ല. വെഞ്ഞാറമൂട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ മധു ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ യൂണിറ്റിലാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശി 44 വയസ്സുള്ള മധുവാണ് ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സകൾക്കുമായി സുമനസുകളുടെ കരുണ കാത്തിരിക്കുന്നത്. പെഞ്ഞാറമൂട് വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് മധുവിന് ഗുരുതരമായി പരിക്കേറ്റത്. തലയ്ക്ക് ക്ഷതം സംഭവിക്കുകയും കാലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ശരീരമാസകലം മുറിവുകളും ചതവുകളുമുണ്ട്. ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ യൂണിറ്റിൽ ചികിത്സയിൽ കഴിയുകയാണ് മധു. ശസ്ത്രക്രിയയ്ക്ക് മറ്റുമായി 25 ലക്ഷത്തോളം രൂപയ്ക്ക് മുകളിൽ തുക ആവശ്യമാണ്. നിർധനരായ ഈ കുടുംബത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുക താങ്ങാവുന്നതല്ല. ഭാര്യയും സ്കൂൾ വിദ്യാർത്ഥികളായ 2 കുട്ടികളും അടങ്ങുന്നതാണ് മധുവിന്റെ കുടുംബം. സാമ്പത്തികമായി വളരെയധികം കഷ്ടം അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ: യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, വണ്ടിപ്പെരിയാർ ബ്രാഞ്ച്, പേര് ഏഞ്ചൽ, അക്കൗണ്ട് നമ്പർ 328101002209, IFSC UBIN 05362888, ഗൂഗിൾ പേ നമ്പർ 9288409491. പല്ലാരിമംഗലം CH ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്കിലെ കോളേജ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച MSF പ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും നടത്തി. കൂവള്ളൂർ സ്കൂളിൽ നടത്തിയ അനുമോദന യോഗവും വിദ്യാർത്ഥി സംഗമവും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. പല്ലാരിമംഗലം CH ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്കിലെ കോളേജ് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച SMS പ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും നടത്തി. കൂവള്ളൂർ സ്കൂളിൽ നടത്തിയ അനുമോദന യോഗവും വിദ്യാർത്ഥി സംഗമവും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3 പഞ്ചായത്തുകൾ വിളിച്ചിട്ടുണ്ട്. അവരവരുടെ പ്രശ്നങ്ങൾ അവർ പറയണം. കാരണം നിയമപ്രശ്നങ്ങൾ ഞാൻ നോക്കുന്നു എന്നുള്ളതും
പല്ലാരിമംഗലം പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതൊരു ചെറിയ നഷ്ടമല്ല. മുസ്ലിം ലീഗിന്റെ തെക്കൻ കേരളത്തിന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ്. തിരിച്ചു പിടിക്കുക, പാർട്ടിയുടെ ശക്തമാക്കുക. എന്തിന്റെ പേരിലെങ്കിലും അതിന് ഒരടി നമ്മൾ പുറകോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പല്ലാരിമംഗലത്തിന്. മുഹമ്മദ് മുറിയോടി അധ്യക്ഷത വഹിച്ചു. ലീഗ് ദേശീയ സെക്രട്ടറി ടി.എ. അഹമ്മദ് കബീർ, ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മൊയ്തു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ, മുഹമ്മദ് ഇക്ബാൽ, ജലീൽ പുല്ലാരി, അലി അൾട്ടിമ, സലീം മുഞ്ചക്കൽ, ഷാബിർ അലി, ബാവ മുറിയോടി, റഷീദ് പെരുമ്പുചാലി, അലി ചുള്ളിയിൽ, അഷ്റഫ് അറക്കൽ, നീളാർ കുന്നേക്കുടി, കെ എ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പല്ലാരിമംഗലത്തെ സംബന്ധിച്ചിടത്തോളം കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെല്ലാം സമഗ്രമായി മുന്നോട്ട് പോകുന്ന CSN ഗ്ലോബൽ കമ്മിറ്റിയുടെ മുഖ്യമായ ലക്ഷ്യമെന്നുള്ളത് MSFന്റെ പ്രവർത്തന മേഖലയെ സജീവമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ കൂടുതൽ LP സ്കൂളിൽ വെച്ച് CSN ഗ്ലോബൽ കമ്മിറ്റി ഇതുപോലെ MSFന്റെ ND യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പിലെ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾക്കുള്ള മെമ്പർമാർക്കുള്ള സ്വീകരണവും ചടങ്ങും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. CMI മൂവാറ്റുപുഴ പ്രവിശ്യാംഗമായ ഫാദർ ജോസഫ് കുളക്കാട്ട് നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷകൾ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കൊടുവേലി ഇടവക പള്ളിയിൽ. ഭൗതിക ശരീരം ഞായറാഴ്ച രാവിലെ 7:30 മൂവാറ്റുപുഴ പ്രൊവിൻഷ്യൽ ഹൌസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 11:30 മുതൽ കൊടുവേലി ഇടവക ദേവാലയത്തിൽ പൊതുദർശനം. കുണിഞ്ഞി കുളക്കാട്ട് എസ്തപ്പാൻ കുരുവിള കത്രീന ദമ്പതികളുടെ മകനായ ഫാദർ ജോസഫ് കുളക്കാട്ട് 1968 പൗരോഹിത്യം സ്വീകരിച്ചു. മൂവാറ്റുപുഴ കാർമൽ പ്രവിശ്യയുടെ വികാർ പ്രൊവിൻഷ്യൽ, കോതമംഗലം, കൊടുവേലി ആശ്രമങ്ങളിൽ ആശ്രമാധിപർ, കാൽവരി മൗണ്ട്, തൊടുപുഴ ജ്യോതി നിവാസ്, നിർമ്മൽ ഗ്രാം, ചെങ്കര എന്നിവിടങ്ങളിൽ സുപ്പീരിയറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. രാജഗിരി സ്കൂൾ, തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായും പ്രവർത്തിച്ചു. കൈതപ്പാറ, കാൽവരി മൗണ്ട്, കൊടുവേലി എന്നിവിടങ്ങളിൽ വികാരിയായിരുന്നു. സഹോദരങ്ങൾ സിസ്റ്റർ ജോസ് മേരി CMC, സ്റ്റീഫൻ സിറിയക്, പരേതരായ സിസ്റ്റർ ക്രഷൻസ്യ CMC, സിസ്റ്റർ സിസിൽ CMC, ബേബി സിറിയക് കുണിഞ്ഞി, സിസ്റ്റർ ആനീസ് മറിയ CMC സഹോദരപുത്രിയും പരേതയായ സിസ്റ്റർ ലില്ലിയോസ CMC പിതൃ സഹോദരിയുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറക്കുളത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി BJP. വാർഡുതല കൺവെൻഷനുകളുടെ സമാപന സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സർക്കാർ ജീവനക്കാർ പങ്കാളികളാകണമെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ പറഞ്ഞു. ആനയിറങ്കൽ ഡാം ടൂറിസ്റ്റ് കേന്ദ്രം വൃത്തിയാക്കുന്നതിന് മുന്നോടിയായി നടത്തിയ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ 3ാം ദിനം 715 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ കൂടുതൽ ആൻജിയോപ്ലാസ്റ്റികൾ നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന മികച്ച നേട്ടം കൈവരിച്ച് തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രി. പല്ലാരിമംഗലം CS ഗ്ലോബൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം താലൂക്കിലെ കോളേജ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച MSF പ്രതിനിധികൾക്ക് അനുമോദനവും വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.